ആറ്റുകാൽ ജ്യോതിശാസ്ത്രം പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 ഓഗസ്റ്റ് മാസം 4 മുതൽ 10 വരെയുള്ള വാരഫലമാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. മേടരാശി അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക ചേരുന്ന 2.25 നക്ഷത്രമാണ് മേടരാശി. മേടരാശിക്കാർക്ക് ഈ വാരത്തിൽ പൊതുവെ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളും ഐശ്വര്യവും ഭാഗ്യപുഷ്ടിയും സൽകീർത്തിയും സമ്പത്തും പ്രതീക്ഷിക്കാം. മാതാവിന് ശാരീരിക അസ്വസ്ഥതകളോ മാതൃസുഖക്കുറവോ ഉണ്ടാവും. സഹോദരായ സുഖക്കുറവ് അനുഭവപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. വിദേശയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. വിവാഹാദി കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാവുകയോ അതിനുവേണ്ടിയുള്ള മറ്റെന്തെങ്കിലും പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യാൻ സാധ്യതയുണ്ട്. പൊതുവെ ഈ വാരം നന്നായിരിക്കും. ഇടവരാശി കാർത്തിക മുക്കാലും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ 30 നാഴികയും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് ഇടവരാശി. ഇടവരാശിക്കാർക്ക് ഈ വാരം പൊതുവെ കണ്ടശനി കാലമായതുകൊണ്ട് തൊഴിൽപരമായിട്ട് പലവിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമങ്ങളും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. മുൻകോപം പിടിവാശി കഴിയുന്നത് കുറയ്ക്കണം. സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടും. സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. സ്വന്തമായിട്ട് വീട് വയ്ക്കാനുള്ള പ്രവർത്തനം മുമ്പോട്ട് പോകാൻ സാധിക്കും. ഏതെങ്കിലും വിധത്തിൽ വളരെ നാളുകളായിട്ട് വീട് വയ്ക്കാനോ സ്ഥലം വാങ്ങിക്കാനോ ആഗ്രഹിക്കുന്നവർക്ക് അടുത്ത് തന്നെ കാര്യസാധ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പൊതുവെ സന്താനഗുണം പ്രതീക്ഷിക്കാം. മനസമാധാനവും സന്തോഷവും ലഭിക്കും. തൊഴിൽപരമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ അലസതകളോ ജോലിഭാരം വർദ്ധിക്കാനോ സാധ്യത വളരെ കൂടുതലാണ്. ദോഷപരിഹാരമായിട്ട് ശനിപ്രീതി വരുത്തുക. ശിവക്ഷേത്ര ദർശനം വളരെ നന്നായിരിക്കും. ശിവന് കൂവളത്തില കൊണ്ട് അഭിഷേകം ചെയ്യുക, അല്ലെങ്കിൽ കൂവളത്തില കൊണ്ട് അർച്ചന ചെയ്യുക, പിന്നെ ധാര ഒഴിക്കുക, ഇതൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ആ ശനിയുടെ ദോഷം പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. നീല വസ്ത്രം കറുത്ത വസ്ത്രം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതും നല്ലതാണ്. മിഥുനരാശി മകയിരത്തിൻ്റെ അവസാനത്തെ 30 നാഴികയും തിരുവാതിരയും പുണർത്തിൻ്റെ മുക്കാലും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് മിഥുനരാശി. മിഥുനരാശിക്കാർക്ക് ഇപ്പോൾ വ്യാഴം 12-ലാണ്. പൊതുവെ ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. സ്വന്തം ആവശ്യത്തിന് വേണ്ടിയോ മറ്റുള്ളവർക്ക് വേണ്ടിയോ ആശുപത്രിയായിട്ട് ബന്ധപ്പെടേണ്ട അവസ്ഥകളുണ്ടാവും. ചെലവുകൾ വർദ്ധിക്കും. ശാരീരികമായിട്ട് ചെറിയ ചെറിയ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളുണ്ടാവും. നിദ്രാഭംഗങ്ങളൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കും. സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം. കർമ്മസംബന്ധമായിട്ടുള്ള നേട്ടങ്ങളുണ്ടാവും. ശാരീരികമായിട്ടുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഒഴിച്ചാൽ പൊതുവെ ഈ വാരം നന്നായിരിക്കും. ആഗ്രഹ സാഫല്യം ഉണ്ടാവും. മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കുന്ന വാരമായിരിക്കും. കർക്കിടരാശി പുണർത്തിൻ്റെ അവസാനത്തെ 15 നാഴികയും പൂയവും ആയില്യവും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് കർക്കിടരാശി. കർക്കിടരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യ സുഖക്കുറവോ വിരഹ ദുഃഖമോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക നില മെച്ചമായിരിക്കും. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. സഹോദര സ്ഥാനിയിൽ നിന്ന് അഭിപ്രായ വ്യത്യാസങ്ങളോ വിഷമങ്ങളോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. പ്രൊമോഷനൊക്കെ കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. ദൂരയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. വളരെ നാളുകളായിട്ട് പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങൾക്കും തടസ്സമുണ്ടെങ്കിലും അതെല്ലാം പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. പ്രത്യേകിച്ച് തൊഴിൽപരമായിട്ടുള്ള ഉയർച്ച ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം. ഈശ്വരാനുഗ്രഹം ഉള്ള ഒരു സമയമാണ്. ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ വിജയസാധ്യത ഉണ്ടാവും. ചിങ്ങരാശി മകം പൂരം ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക ചേരുന്ന 2.25 നക്ഷത്രമാണ് ചിങ്ങരാശി. ചിങ്ങരാശിക്കാർക്ക് ഈ വാരം പൊതുവെ വിവാഹാദി മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള അവസരം വന്നു ചേരും. പ്രത്യേകിച്ചും ഈ സമയത്ത് വിവാഹത്തിൻ്റെ അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാവുക. വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് മുന്നോടിയായിട്ട് പല കാര്യങ്ങൾ, പുതിയ വസ്ത്രങ്ങൾ എടുക്കുക, ആഭരണങ്ങൾ എടുക്കുക, അങ്ങനെ എല്ലാ വിധത്തിലും ഒരു മുന്നൊരുക്കം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതായത് വിവാഹം പോലെ തന്നെ അതിനുള്ള തയ്യാറെടുപ്പുകൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. കർമ്മസംബന്ധമായിട്ട് ചെറിയ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളുണ്ടെങ്കിലും അതെല്ലാം അതിജീവിക്കാൻ പറ്റും.
ദാമ്പത്യപരമായിട്ട് ചെറിയ പ്രയാസങ്ങൾ അനുഭവപ്പെടും. ദാമ്പത്യ കലഹങ്ങളോ വിരഹ ദുഃഖങ്ങളോ പ്രയാസങ്ങളോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. തൊഴിൽപരമായിട്ട് സ്വന്തമായിട്ട് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല. തൊഴിൽ പ്രതിസന്ധി നേരിടും. ഒരു ചെറിയൊരു മങ്ങലും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും തടസ്സങ്ങളും കാലതാമസങ്ങളും എല്ലാം ഉണ്ടെങ്കിലും അതിനെല്ലാം അധികം താമസിക്കാതെ തന്നെ മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഏതായാലും തൊഴിൽപരമായിട്ട് കേസോ വഴക്കുകളോ കലഹങ്ങളോ ശത്രുദോഷങ്ങളോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതുപോലെ വലിയ ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ജോലിഭാരം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ടെൻഷൻ ഉണ്ടാവാം. പിന്നെ ജോലിക്കാരെ കൊണ്ട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. പല വിധത്തിലുള്ള പ്രയാസങ്ങൾ ഞെരുക്കം അനുഭവപ്പെടാനുള്ള യോഗമാണ് കാണുന്നത്. അതുപോലെ ജോലി വിട്ട് മറ്റൊരിടത്ത് ജോലി ചെയ്യേണ്ട അവസ്ഥ വരിക, ഉള്ള ജോലി നഷ്ടപ്പെടുക, അങ്ങനെ പല വിധത്തിലും തൊഴിൽപരമായിട്ട് മാത്രം പ്രയാസങ്ങളും വിഷമങ്ങളും അനുഭവപ്പെടാൻ സാധ്യത കൂടുതലാണ്. കലാപരമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് പുതിയ അവസരങ്ങളൊക്കെ ലഭിക്കും. അപകീർത്തി ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പുതിയ വസ്ത്രങ്ങളോ ആഭരണങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം പ്രതീക്ഷിക്കാം. ഉദരരോഗത്തിന് സാധ്യതയുണ്ട്. ദോഷപരിഹാരമായിട്ട് വിഷ്ണുപ്രീതി വരുത്തുക, വിഷ്ണുവിന് പാൽപ്പായസം കഴിപ്പിക്കുക, തുളസി കൊണ്ട് അർച്ചന നടത്തുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും കേൾക്കുന്നതും വളരെ നന്നായിരിക്കും. കന്നിരാശി. ഉത്തരത്തിൻ്റെ മുക്കാലും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ 30 നാഴിയും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് കന്നിരാശി. കന്നിരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യ സുഖക്കുറവും വിരഹ ദുഃഖവും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. പൊതുവെ കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കും. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. വിവാഹാദി മംഗളകർമ്മങ്ങൾക്ക് ചെറിയ ചെറിയ തടസ്സങ്ങളോ വിഷമങ്ങളോ അനുഭവപ്പെടുമെങ്കിലും അധികം താമസിക്കാതെ തന്നെ അതിനും സാധ്യത തെളിഞ്ഞു വരും. പൊതുവെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിലൊക്കെ വിജയസാധ്യത ഉണ്ടാവും. സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം. സന്താന ഗുണം ഈ വാരത്തിലുണ്ടാവും. മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കും. ചെറിയ ചെറിയ പ്രയാസങ്ങളോ വിരഹ ദുഃഖങ്ങളോ ദാമ്പത്യപരമായിട്ട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ദോഷപരിഹാരമായിട്ട് സർപ്പപ്രീതി വരുത്തുക. പ്രധാനമായിട്ടും മണ്ണാറശാലയോ പാമ്പ് മേക്കാടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ, പ്രത്യേകിച്ചും നാഗരുള്ള ക്ഷേത്രങ്ങൾ, സർപ്പപ്രീതി വരുത്തുന്ന ക്ഷേത്രങ്ങളിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ അനുകൂലമായിട്ടുള്ളതാണ്. ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ വിജയസാധ്യത ഉണ്ടാവും. സന്താനലബ്ധിക്ക് വേണ്ടിയും വിവാഹ തടസ്സം മാറുന്നതിനും അങ്ങനെ ചെയ്യുന്നതൊക്കെ വളരെ നന്നായിരിക്കും. വളരെ നാളുകളായിട്ട് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങൾക്കും തടസ്സങ്ങളെല്ലാം പൂർണ്ണമായിട്ടും മാറി ഐശ്വര്യം ഉണ്ടാവും. തുലാം രാശി. ചിത്രയുടെ അവസാനത്തെ 30 നാഴികയും ചോദ്യവും വിശാഖത്തിൻ്റെ മുക്കാലും കൂടി ചേരുന്ന 2.25 നക്ഷത്രമാണ് തുലാം രാശി. തുലാം രാശിക്കാർക്ക് പൊതുവെ കഴിഞ്ഞ 4-5 വർഷക്കാലം, ഏകദേശം 2020 ജനുവരി തൊട്ട് കഴിഞ്ഞ 4 വർഷക്കാലം കൊണ്ട് വളരെ മോശപ്പെട്ട സമയമായിരുന്നു. പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഗൃഹകലഹങ്ങളും ബന്ധുജന വിരോധവും ശാരീരിക ക്ലേശങ്ങളും ശത്രുദോഷവും മനസ്സമാധാനക്കുറവുകളും വാഹന അപകടങ്ങളും എല്ലാം ഉണ്ടാകേണ്ട സമയമായിരുന്നു കഴിഞ്ഞ 4 വർഷക്കാലം. അതെല്ലാം പരിപൂർണമായിട്ടും മാറിയിട്ടുണ്ട്. എങ്കിലും ആരോഗ്യകാര്യങ്ങൾ അല്പം കൂടെ ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും. എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിക്കുക. ഏതെങ്കിലും ചിലർ ജോലിക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് കൃത്യമായിട്ട് അല്ലെങ്കിൽ ലേറ്റായിട്ട് ഇറങ്ങി വളരെ സ്പീഡായിട്ട് ആ കാര്യങ്ങളൊക്കെ നടത്തുന്നവരുണ്ട്. വളരെ ശ്രദ്ധിച്ച് മാത്രം യാത്ര ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ധൃതി പിടിച്ചുള്ള യാത്രകളൊക്കെ ഒഴിവാക്കുക. ചിലരിപ്പോൾ ട്രെയിനിലൊക്കെ കയറുകയാണെങ്കിൽ ചാടി കയറുന്നവർ ധാരാളം പേരുണ്ടാവും. 10 ആണെങ്കിൽ രാവിലെ 10 മണിക്കാണ് ട്രെയിനെങ്കിൽ അവർ 9:55 അല്ലെങ്കിൽ 9:59 റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ട്രെയിൻ വിട്ട ശേഷമായിരിക്കും സ്റ്റേഷനിലെത്തുന്നത്. അപ്പോൾ അങ്ങനെയെല്ലാം വളരെ കൃത്യതയോടുകൂടി വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട സമയമാണ്. എവിടെയെങ്കിലും നമ്മൾ യാത്ര തിരിക്കുകയാണെങ്കിൽ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ നേരത്തെയെങ്കിലും ഇറങ്ങുന്നത് വളരെ നന്നായിരിക്കും. ടെൻഷനും പ്രയാസങ്ങളൊക്കെ ഒഴിവാക്കാൻ വളരെ സഹായിക്കും. പ്രത്യേകിച്ചും ആരോഗ്യ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കണം. പിന്നെ തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ചെറിയ ചെറിയ പ്രയാസങ്ങളോ വിഷമങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിവാഹാദി കാര്യങ്ങൾക്ക് തടസ്സം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വിഷ്ണുപ്രീതി വരുത്തുക. ഗുരുവായൂർ ക്ഷേത്രത്തിലോ പിന്നെ അതുപോലെ കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും. അതുപോലെ വിവാഹം നടക്കാതെ വിഷമിക്കുന്നവർക്ക് വിവാഹത്തിന് സാധ്യത തെളിഞ്ഞു വരാൻ പ്രത്യേകിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിൽ എന്തെങ്കിലും വഴിപാട് നടത്തുക. കൃഷ്ണനാട്ടം കഥകളി നടത്താം, അല്ലെങ്കിൽ സ്വയംവരം കഥകളി നടത്താം. അതുപോലെ തന്നെ വിവാഹം കഴിയുമെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ തന്നെ നടത്താമെന്ന് നേർന്നാൽ ഏത് പ്രതിസന്ധികളുള്ള വിവാഹങ്ങളും തടസ്സങ്ങളും മാറിക്കിട്ടി വിവാഹം ഉടനെ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് കേരളത്തിൽ അല്ലെങ്കിൽ ചിലപ്പോൾ ഇന്ത്യയിൽ തന്നെ
300, 400, 500 വിവാഹങ്ങൾ ഒരേ ദിവസം നടക്കുന്ന പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രമാണ് ഗുരുവായൂർ ക്ഷേത്രം. അപ്പോൾ അത്രയ്ക്കും ഒരു ദിവസമല്ല, 1950 മുതൽ തുടങ്ങിയതാണ് വിവാഹം നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മണ്ഡപങ്ങൾ ഒന്നിൽ കൂടുതലാണ്. സാധാരണ ഒരു കതിർ മണ്ഡപം മാത്രമേ എല്ലാ ക്ഷേത്രങ്ങളിലും അതുപോലെ മണ്ഡപങ്ങളിലൊക്കെ കാണുള്ളൂ. ഇത് മണ്ഡപം ഒന്നിൽ കൂടുതൽ മണ്ഡപങ്ങളുള്ള ക്ഷേത്രത്തിൽ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഗുരുവായൂർ ക്ഷേത്രം. അപ്പോൾ എല്ലാവർക്കും വിവാഹം നടക്കാനുള്ള ഒരു ആഗ്രഹമുള്ളവർ, അല്ലെങ്കിൽ വളരെ നാളുകളായിട്ട് വിവാഹം നടക്കാതെ വിഷമിക്കുന്നവർക്ക് ഗുരുവായൂർ ക്ഷേത്ര ദർശനം വളരെ നല്ലതാണ്. നേർച്ച ഗുരുവായൂർ വെച്ച് കല്യാണം നടത്താം, അല്ലെങ്കിൽ കൃഷ്ണനാട്ടം നടത്താം, സ്വയംവരം കഥകളി നടത്താം എന്നൊക്കെ നേർന്നു കഴിഞ്ഞാൽ വളരെ വേഗം കല്യാണം നടക്കാൻ സാധ്യത അനുഭവത്തിൽ കണ്ടിട്ടുണ്ട്. വൃശ്ചികരാശി വിശാഖത്തിൻ്റെ അവസാനത്തെ 15 നാഴികയും അനിഴവും തൃക്കേട്ടയും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് വൃശ്ചികരാശി. വൃശ്ചികരാശിക്കാർക്ക് ഈ വാരം അലർജി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുണ്ടാവാം. ദാമ്പത്യപരമായിട്ട് ചെറിയ ചെറിയ സൗന്ദര്യ പിണക്കങ്ങളോ പ്രയാസങ്ങളോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. മുൻകോപം പിടിവാശിയും കഴിയുന്നത് കുറയ്ക്കണം. ഈശ്വരാധീനം കാണുന്നുണ്ട്. സന്താനലബ്ധിക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. കർമ്മ സംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. പ്രമോഷനൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. ഡ്രൈവിംഗ് ടെസ്റ്റിനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട്. അതായത് വളരെ നാളുകളായിട്ട് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നടക്കും. സ്വന്തമായിട്ട് വീട് വയ്ക്കുക, വാഹനം വാങ്ങിക്കുക, അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങളിലും വിജയസാധ്യത ഉണ്ടാവും. വിവാഹാദി മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനോ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് അനുകൂല തീരുമാനങ്ങൾ ഉണ്ടാകാനോ സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ പങ്കെടുക്കാനുള്ള സാധ്യത, അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ചേർന്ന് യോജിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കുടുംബാംഗങ്ങളുമായിട്ട് കാണാനും, അല്ലെങ്കിൽ വളരെ നാളുകളായിട്ട് വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർക്ക് നാട്ടിൽ വരാനും കുടുംബാംഗങ്ങളോട് ചേർന്ന് പോകാനും സാധ്യത വളരെ കൂടുതലാണ്. പൊതുവെ ഈ വാരം നന്നായിരിക്കും. ധനുരാശി മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ 15 നാഴി ചേരുന്ന 2.25 നക്ഷത്രമാണ് ധനുരാശി. ധനുരാശിക്കാർക്ക് പൊതുവെ ഈ വാരം സഹോദരാധിപനം പ്രതീക്ഷിക്കാം. മാതാവിനോ മാതൃബന്ധുക്കൾക്കോ ശാരീരിക അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടാവും. സന്താനങ്ങളാൽ മനസ്സമാധാനം പൊതുവെ കുറയും. ശത്രുക്കൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ദാമ്പത്യ സുഖം പ്രതീക്ഷിക്കാം. ആരോഗ്യപരമായിട്ട് ചെറിയ ചെറിയ പ്രയാസങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. പൊതുവെ നോക്കുമ്പോൾ ഗൃഹസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. വാഹന ഗുണം പ്രതീക്ഷിക്കാം. പൊതുവെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിലെല്ലാം വിജയസാധ്യത അനുഭവപ്പെടും. ആരോഗ്യപരമായിട്ട് ചെറിയ ചെറിയ പ്രയാസങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളും മാറിക്കിട്ടാൻ സൂര്യനെ പ്രീതിപ്പെടുത്തുക, ആദിത്യ ഹൃദയമന്ത്രം ജപിക്കുന്നതും ദിവസവും സൂര്യനെ പ്രാർത്ഥിക്കുന്നതും വളരെ നന്നായിരിക്കും. മകരരാശി ഉത്രാടത്തിൻ്റെ മുക്കാലും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ 30 നാഴിയും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് മകരരാശി. മകരരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യ സുഖക്കുറവോ വിരഹ ദുഃഖങ്ങളോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. സന്താന ഗുണം പ്രതീക്ഷിക്കാം. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം. മാതൃഗുണം ഈ വാരത്തിലുണ്ടാവും. പല വിധത്തിലുള്ള സാമ്പത്തിക അഭിവൃദ്ധിയും ഐശ്വര്യവും കർമ്മസംബന്ധമായിട്ട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. പൊതുവെ ഈ വാരം നന്നായിരിക്കും. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും വിജയസാധ്യത ഉണ്ടാവും. പുണ്യതീർത്ഥങ്ങളൊക്കെ സന്ദർശിക്കാനിട വരും. പൊതുവെ നല്ല ഫലം കിട്ടും. കുംഭരാശി അവിട്ടത്തിൻ്റെ അവസാനത്തെ 30 നാഴികയും ചതയവും പൂരിട്ടായുടെ മുക്കാലും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് കുംഭരാശി. കുംഭരാശിക്കാർക്ക് ഈ വാരം മാതൃഗുണവും മാതൃസമ്പത്ത് ലഭിക്കും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം. ദാമ്പത്യ സുഖം ഈ വാരത്തിലുണ്ടാവും. വിശേഷ വസ്ത്രാഭരണാദി ലാഭങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. സന്താന ഗുണം പ്രതീക്ഷിക്കാം. ആരോഗ്യപരമായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പിതൃ സുഖക്കുറവ് അനുഭവപ്പെടും. പ്രത്യേകിച്ചും വിവാഹാദി മംഗളകർമ്മങ്ങൾക്കെല്ലാം വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. വളരെ നാളുകളായിട്ട് വിവാഹം നടക്കാതെ വിഷമിക്കുന്നവർക്ക് വിവാഹ സാധ്യത തെളിഞ്ഞു വരും. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും വിജയസാധ്യത ഉണ്ടാവും. ദോഷപരിഹാരമായിട്ട് വിഷ്ണുപ്രീതി വരുത്തുക. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും അത് കേൾക്കുന്നതും വളരെ നന്നായിരിക്കും. പലർക്കും വിഷ്ണു സഹസ്രനാമം, ലളിതാ സഹസ്രനാമം ഇങ്ങനെയുള്ളതെല്ലാം ജപിക്കാനോ അല്ലെങ്കിൽ അതൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. കാരണം വെച്ചാൽ ചിലപ്പോൾ സംസ്കൃതം അറിഞ്ഞുകൂടാത്തവർ വേണം, വായിക്കാൻ അറിഞ്ഞുകൂടാത്തവരും. അങ്ങനെയുള്ളവർക്ക് അത് റെക്കോർഡ് ചെയ്ത് കേൾക്കുന്നത് വളരെ യൂട്യൂബ് വഴിയോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ ഏതെങ്കിലും വിധത്തിൽ കേൾക്കുന്നത് തന്നെ വളരെ നല്ല ഫലം ലഭിക്കും.
മീനൻ രാശി പൂരിട്ടായുടെ അവസാനത്തെ 15 നാഴി ഉത്രട്ടാതി രേവതി കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് മീനൻ രാശി. മീനൻ രാശിക്കാർക്ക് ഈ വാരം സഹോദരാദി ഗുണവും മനസന്തോഷവും ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും പ്രതീക്ഷിക്കാം. ദാമ്പത്യപരമായിട്ട് ചെറിയ ചെറിയ പ്രയാസങ്ങളോ വിഷമങ്ങളോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. സന്താന ഗുണം പ്രതീക്ഷിക്കാം. ഉന്നത വിദ്യയ്ക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. ഗൃഹവാഹനായി സൗഖ്യം പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് വാദസംബന്ധമായിട്ടുള്ള അസുഖങ്ങളോ കാലുവേദന നടുവേദന ചെറിയ ചെറിയ ശാരീരിക ക്ലേശങ്ങളോ ബുദ്ധിമുട്ടോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കിഴക്ക് തല വെച്ച് കിടന്നുറങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം വാദസംബന്ധമായിട്ടുള്ള അസുഖങ്ങളോ ശാരീരികമായിട്ട് മറ്റെന്തെങ്കിലും ക്ലേശങ്ങളോ ഏഴരശനി കാലമാണ്. അതുകൊണ്ട് തന്നെ അതൊക്കെ അനുഭവപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി അങ്ങോട്ടുള്ള സമയം അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല. എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിക്കുക. സ്വന്തമായിട്ട് ബിസിനസ്സൊക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ ആലോചിച്ച ശേഷം മാത്രം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആരുടെയെങ്കിലും വാക്ക് കേട്ടിട്ട് പണ ഇടപാടുകൾ ചെയ്യുകയോ സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ ധനനഷ്ടത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. കടം കൂടുതൽ വാങ്ങിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ദോഷപരിഹാരമായിട്ട് ധനാകർഷണ ഭൈരവയന്ത്രം ധരിക്കുന്നത് വളരെ നന്നായിരിക്കും. ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാകും. ഈ ആഴ്ചത്തെ ആറ്റുകാൽ ജ്യോതിശാസ്ത്രം പരിപാടി ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും അടുത്ത ആഴ്ച കാണാം. കത്തുകൾ അയക്കേണ്ട വിലാസം: ഡോക്ടർ ആറ്റുകാൽ രാധാകൃഷ്ണൻ, രമാ ജ്യോതിശാലയം, മണക്കാട് PO, തിരുവനന്തപുരം.